നമ്മുടെ പ്രിയപ്പെട്ട കവി ശൈലൻ, ഞാനും മറ്റും പുസ്തകം ബുക്ക് ഡിസ്കഷനാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരും ഇരുന്നിട്ട് പുസ്തകത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വാഗതമോ ഇൻട്രൊഡക്ഷനോ ഒന്നുമല്ല, എന്നാലും ഒലിവ് പബ്ലിക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഡിസ്കഷനിലും ഇൻട്രാക്ഷനും വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ശൈലിനെയും ആരവനെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കട്ടെ. പിന്നെ അതിലുപരി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട ശൈലൻ, അദ്ദേഹത്തിൻ്റെ ഒലിവ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഞാനും മറ്റും എന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ചർച്ചയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുന്നത് ആണ് എൻ്റെ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇപ്പോൾ ശൈലനും ഞാനും ഒരുപാട് നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ നമ്മൾ സുഹൃത്തുക്കളാകുന്നതിന് മുമ്പ് ഒരു സിനിമ റിവ്യൂ ആണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ വായിച്ചു. അപ്പം ഞാനിപ്പോൾ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതിയൊരു റിവ്യൂ. അപ്പോൾ ഇദ്ദേഹം ഒരു റിവ്യൂവർ ആണല്ലേ, ഫിലിം റിവ്യൂവർ. അതിനുശേഷം വീണ്ടും ഒരുപാട് സിനിമകളുടെ റിവ്യൂസ് വായിച്ചു. അതിനുശേഷമാണ് ഒരു ദിവസം ഞാൻ കവിത വായിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കവിയും കൂടെയാണ്. അപ്പം സിനിമ റിവ്യൂവർ മാത്രമല്ല, കവിയും കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം 100 യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ യാത്രാപ്രേമിയും അങ്ങനെ ഈ ഗദ്യം കൂടി ഇങ്ങനെ കൂടെ എഴുതുന്ന ആളാണ്, ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ FBയിലൊക്കെ നോക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് ഭക്ഷണത്തിനെ പറ്റി ഫുഡ് വ്ളോഗ്സ് അത് കണ്ടു. അപ്പം എനിക്കൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ കവിയാണ്, അതുപോലെ യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കാണുന്നുണ്ട്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് ഫോട്ടോഗ്രാഫ്സ്, ഒരുപാട് നല്ല ചിത്രങ്ങൾ. അതുപോലെ മാത്രമല്ല, മറ്റു പലരും പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും ആ ചിത്രങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ശൈലൻ, മഹാശൈലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എടുത്ത ചിത്രങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ രാമനാഥൻ ഇതും വശമുണ്ടോയെന്ന് എനിക്ക് തോന്നി. സത്യം പറയാലോ, അടുത്ത സുഹൃത്താണ്. എനിക്ക് ഇതുവരെ ഈ മനുഷ്യനെ പിടികിട്ടിയിട്ടില്ല. ശരിക്കും ആരാണ് നിങ്ങൾ? കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നൊരു കാര്യമല്ലാന്ന് തോന്നുന്നു. ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അവനവന് സ്വയം പറയാൻ കഴിയാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒക്കെ ഒരു ആഴത്തിലെന്ന് പറയേണ്ട, അത്യാവശ്യമൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യർക്ക് പോലും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരുപാട് മനുഷ്യരുകൾ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ജീവികൾ അടങ്ങിയിട്ടുള്ള പല പല അടരുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതല്ല, അങ്ങനെ ചിലരിലൊക്കെ അത് വളരെ പ്രശ്ന സങ്കീർണമായി പുറത്ത് ചാടുന്നത് പലപ്പോഴും നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചു വളരുന്നതിനിടയിൽ കവിതകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുന്നേ തന്നെ സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ അത് സിനിമയ്ക്ക് റിവ്യൂ എഴുതുമ്പോൾ പലർക്കും അത് ഇഷ്ടമാണ്, അത് എഴുതുന്നു. ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് എഴുതുന്നു. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ നിരീക്ഷണങ്ങൾ എഴുതുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ പേര് ഇട്ടതുപോലും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനും മറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, അതിൻ്റെ പുറകിൽ സുബിൻ എഴുതിയൊരു കുറിപ്പുണ്ട്. അതിൻ്റെ ഒരു വാചകം തന്നെ, കൃത്യമായ വാചകം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എന്നെക്കുറിച്ച് കുറച്ചും കൂടെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമായത്. അപ്പം മറ്റുള്ളവരാണല്ലോ നമുക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെല്ലാവരും അംഗീകരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ ഈ ഒറ്റ സ്വത്വത്തിൻ്റെ അനേകം ചിതറലുകളാണ് എന്നുള്ള ഒരു ടേം സുബിൻ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഏറെക്കുറെ അങ്ങനെയാണല്ലോ എന്നുള്ളത്. സിംബോർസ്ക എന്നൊരു കവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ 4 പേരുകളിൽ കവിത എഴുതിയിരുന്നു എന്നാണ് പറഞ്ഞത്. 4 വ്യത്യസ്ത പേരുകളിൽ കവിത എഴുതിയിരുന്നു. അപ്പോൾ അത് എന്നോട് ആദ്യം സൂചിപ്പിച്ചത്, ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് എൻ്റെ പേരിലല്ലായിരുന്നു,
എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വത്വങ്ങളുണ്ട് എന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു പുരുഷപക്ഷം എഴുതുന്ന പോലെ തന്നെ സ്ത്രീപക്ഷ കവിതകളൊക്കെയാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുസ്തകവും ഒരു സ്ത്രീയുടെ പേരിൽ ആദ്യകാലങ്ങളിൽ കവിത എഴുതിയത് സമാഹരിച്ച് പുസ്തകമായി ഇറക്കിയിട്ടുണ്ട്. ശിവകാമി എന്നുള്ള പേരിലായിരുന്നു. അന്നത്തെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ശൈലൻ എന്നുള്ള പേരിൽ എഴുതി തുടങ്ങുന്നതിനു മുമ്പ് ശിവകാമി എന്നുള്ള പേരിൽ ഒരുപാട് കവിതകൾ എഴുതുകയും അത് ഈ ഒരു ഒലിവിൻ്റെ മുൻപത്തെ രൂപമായ പാപ്പിയോണിലൂടെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് 2022. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയുന്നില്ല. ഒരുപാട് ചിതറലുകളിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണെന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ എല്ലായ്പ്പോഴും കരുതുന്നത്. ഓക്കെ, അതൊരു നല്ലൊരു മറുപടിയാണ്. ഓക്കെ, ഒരാൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അസൂയയോടുകൂടിയും അതുപോലെ വളരെ അതിശയത്തോടു കൂടിയും ഒക്കെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ എഴുത്തുകളിൽ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പാലമരം, ഇപ്പം ഈ ഞാനും മറ്റും എന്നുള്ള പുസ്തകത്തിൽ പാലമരത്തിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ ജക്രാന്ത മരത്തിനെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് പക്ഷികളെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഈ ജക്രാന്ത മരത്തിനെ പറ്റിയൊക്കെ പറയുന്ന അധ്യായം എടുക്കുന്ന സമയത്ത് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ആ ഒരു നീലവാക ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ നീലവാക പൂത്ത് നിൽക്കുന്ന വിഷ്വല് കിട്ടി കേട്ടോ. അതായിരുന്നു ആ ഒരു എഴുത്തിൻ്റെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും വെറും കാഴ്ചകളല്ല ശരിക്കും. അതായത് ജീവനുള്ള കഥാപാത്രങ്ങളെ പോലെയാണ് തോന്നുന്നത് ഈ പക്ഷികളൊക്കെ. അവരൊക്കെ നമുക്ക് ശരിക്കും ഒരു മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, പാലമരത്തിനെയൊക്കെ ശരിക്കും നമുക്കൊരു കഥാപാത്രമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അപ്പം ഈ എഴുത്തിൽ ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം അതെങ്ങനെയാണ് എഴുത്തിനെ സ്വാധീനിച്ചത് എന്നൊന്ന് പറയാവോ? അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വീക്ഷണം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. ഈ മനുഷ്യനൊരു വ്യക്തിയായിരിക്കെ തന്നെ ഒരു സമൂഹ ജീവിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ എന്നെ കാണുന്നത് വിശാലമായിട്ടുള്ളൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റായിട്ട്, അതിൽ ഈ പറഞ്ഞ പക്ഷികളും മൃഗങ്ങളും പൂക്കളും ശലഭങ്ങളും ബാക്കി ചരാചരങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളും എല്ലാം അടങ്ങുന്നതിൽ മറ്റൊരു സംഗതി മാത്രമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ ഇവരെയൊക്കെ അങ്ങനെ കാണാൻ എനിക്കൊരു കൗതുകമുണ്ട്, അവരെയൊക്കെ ഫോക്കസ് ചെയ്യാൻ എനിക്ക് കൗതുകമുണ്ട്. ആ ഒരു കൗതുകം രേഖപ്പെടുത്തി വെക്കുമ്പോൾ അങ്ങനെ വരുന്നു. പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു ജീവിതം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഒരു പോളിസിയൊന്നുമല്ല, നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ അങ്ങനെയായാൽ മതിയാവൂ എന്നുള്ളതാണ്. ഞാനൊരു വളരെ റിമോട്ടായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നൊരു മനുഷ്യനാണ്. ബസ്സുകൾ പോലും വളരെ കുറവായിരുന്ന, എല്ലാം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എനിക്കിതൊരിക്കലും ഒരു നൊസ്റ്റാൾജിയ അല്ല. ഞാൻ ജനിച്ച നാട്ടിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു. നാടിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എൻ്റെ നാടിൻ്റെ പേര് പുൽപ്പറ്റ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് പുലി പെറ്റുകിടന്നിരുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുലി പെറ്റുകിടന്നിരുന്ന സ്ഥലം പറഞ്ഞ് പുൽപ്പറ്റയായി മാറി എന്നാണ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു എറ്റിമോളജി അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു പുലി പെറ്റുകിടന്നിരുന്ന ഒരു സ്ഥലത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നിന്നും വേറിട്ടൊരു വ്യക്തിത്വം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും എഴുത്തിൽ വന്നു ഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ എഴുതി പോകുന്നു, അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതായത് ഈ നമ്മൾ ഒരുപാട് FB പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്തും ഈ മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം കാണുന്നുണ്ട്. അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന, ഇപ്പം കാളക്കുട്ടനാവട്ടെ അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഒരു തെരുവ് നായ ആവട്ടെ, ഇതിനോടൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ഉത്തരത്തിൻ്റെ ബാക്കി തന്നെയാണ്. ഇപ്പോൾ ഒരു പുലി പെറ്റ് കിടക്കുന്നത് കാണാൻ സാധിച്ചില്ല എൻ്റെ നാട്ടിൻ്റെ പേരതായിട്ടും എന്നുള്ളൊരു ആ കാലഘട്ടം മാറിപ്പോയത് കൊണ്ടാണ്. ഒരു പക്ഷേ ഞാൻ അതിൻ്റെ കുറച്ചും കൂടെ ഒരു 100 വർഷം മുമ്പേ ജനിച്ചിരുന്നെങ്കിൽ ആ നാട്ടിൽ പുലിയൊക്കെ ആയിട്ട്. ഇന്നലെ എന്നോട് സംസാരിച്ച ഒരാൾ എന്നോട് ചോദിച്ചു, ആനയെ മാനേജ് ചെയ്യാൻ അറിയോ? ഞാൻ പറഞ്ഞു, എന്താണ് ഈ ആനയെ മാനേജ് ചെയ്യലെന്ന് എനിക്ക് മനസ്സിലായില്ല. ആനയ്ക്ക് ക്ഷമയുള്ളത് കൊണ്ട് നമ്മളതിലെ ഒരുപക്ഷെ പാസ് ചെയ്തുമ്പോൾ ആന നിസ്സംഗനായി അവിടെ നിൽക്കുകയോ ചെവിയാട്ടി നമ്മളെ നോക്കുകയൊക്കെ ചെയ്യുന്നു. അതിന് വളരെ മോശം മൂഡ് കലിപ്പിലാണെങ്കിൽ നമ്മളെടുത്ത് നിലത്തടിച്ച് പോസ്റ്ററാക്കി കളയില്ലേ? അപ്പോഴൊക്കെ ഈ മൃഗങ്ങളുമായിട്ടുള്ളൊരു സഹവർത്തിത്വം അവരുടെ ഇങ്ങോട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ ഭാഗമായാണ്. നായയായിരുന്നാലും കാളയായിരുന്നാലും ഏത് മൃഗമായിരുന്നാലും
എനിക്ക് ലോകത്തിൽ ആകെ ഒരു ജീവിയെ മാത്രമേ പേടിയുള്ളൂ, പാമ്പിനെ മാത്രമാണ്. ബാക്കി പുലി വന്നാലും കടുവ വന്നാലും സിംഹം വന്നാലും ഒക്കെ അതിനൊരു കൗതുകമുണ്ട്. അതൊരു പക്ഷേ നമ്മൾ ചെറിയൊരു സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിച്ചാൽ ഒരു പക്ഷേ അതിന് ഇങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ കൊണാർക്ക് യാത്രയിൽ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ അവസാന വരികൾ ഞാനൊന്ന് വായിക്കാം. ആർഷഭാരത സംസ്കാരത്തിൻ്റെ നൈർമല്യത്തെക്കുറിച്ച് വാചാലപ്പെട്ടു വന്ന ഒരു ഹിന്ദി കേശവമാമൻ തെല്ല് മുകളിലേക്ക് നോക്കിയപ്പോൾ ത്രീസം ഫോർസം ഡീറ്റെയിലിങ്ങിൻ്റെ പരിശുദ്ധ പൂർണ്ണത കണ്ട് മോഹാലസ്യപ്പെട്ട നിലയിൽ അടുത്തുള്ള ഇരിപ്പിടത്തിൽ ചെന്ന് മലയ്ക്കുന്നതും അതിനിടയിൽ കാണായി. ഈ വഷളന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴട്ടെ. ഒപ്പമുള്ള മാമി AD 1200 കാലഘട്ട ശില്പികളെ മാമൻ കേൾക്കാനായി ഉച്ചത്തിൽ പ്രാകിക്കൊണ്ട് ശില്പചാരുതകളിലേക്ക് ഏറുകണ്ണ് പായിച്ചു. അതായത് താങ്കളുടെ വരികൾക്കിടയിൽ ഒരു ശക്തമായൊരു രാഷ്ട്രീയ പക്ഷമുണ്ട്. അത് എനിക്ക് അതായത് ഈ രാഷ്ട്രീയ നിരീക്ഷണം നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ എല്ലാ പോസ്റ്റുകളിലൂടെയും എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പറയുമ്പോൾ അതെപ്പോഴെങ്കിലും ഒരു വെല്ലുവിളിയായിട്ട്, എഴുത്തിനൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അത്തരത്തിലുള്ള എഴുത്തുകളും ചിന്തയും എല്ലാം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെറുപ്പും അസഹിഷ്ണുതയും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ പടർന്നു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോരാ, പടർത്തി വിടുന്ന ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം ജാഗരൂകരാവേണ്ടത് ആവശ്യമാണ്, ഞാനെന്നല്ല ഏത് എഴുത്തുകാരനും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം, ഫാസിസം ഇപ്പോൾ വരുന്നത് ഒരു രൂപത്തിലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണ്ണുകളോടെ തന്നെയായിരിക്കും ഏതൊരു യാത്രയും ഏതൊരു കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ സ്ഥിരം ഒരു കാഴ്ചയാണ്. ഉത്തരേന്ത്യയിലല്ല, കൊണാർക്ക് ഒറീസയിലാണ്, കിഴക്കൻ ഇന്ത്യയിലാണ്. പക്ഷേ ഞാൻ പലതവണ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്, ഈ ഹിന്ദിയിൽ നിന്ന് വന്ന തീർത്ഥാടകരായിരിക്കും അവർ, ടൂറിസ്റ്റുകൾ എന്നതിൽ ഉപരിയായിട്ട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഗൈഡുകൾ പലപ്പോഴും ഈ ഒരു ലൈംഗിക വർണ്ണനകളായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ചുമർചിത്രമല്ല സ്കൾച്ചേഴ്സിലുള്ളത്, കൊണാർക്കിലായിരുന്നാലും എവിടെയായിരുന്നാലും. പക്ഷേ അതിനൊക്കെ വളരെ ആത്മീയമായൊരു തലം നൽകി മറ്റൊരർത്ഥമാണ് അവർ പറഞ്ഞു കൊടുക്കുന്നതായി കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണുന്ന ആൾക്ക് കൃത്യമായിട്ടും അറിയുന്ന രീതിയിലാണ് ഈ രതിശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. രതിശില്പങ്ങൾ കൊത്തുന്നതും അത് ആസ്വദിക്കുന്നതും പോലും ഒരു രാഷ്ട്രീയമാണ്. അതിൻ്റെ ഹിന്ദുത്വ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ അതിനെ എതിർക്കാം. പക്ഷേ അഞ്ജലിയൊക്കെ അത്തരം ഒരു ആംഗിളുള്ള ഒരു സ്വതന്ത്ര ചിന്തകയൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു രതി നന്നായിട്ട് ആസ്വദിക്കുന്നവന് വരെ ഒരുപക്ഷെ ഈ വെറുപ്പും വിദ്വേഷവും പടർത്തിവിടാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനേക്കാളും പ്രത്യക്ഷമായിട്ട് ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒരിക്കൽ പണ്ട് ഈ ഹോഷങ്കാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വളരെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ടു. നർമ്മദയുടെ തീരത്തുള്ള മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന് എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ മധ്യപ്രദേശിൽ പഠിച്ചിരുന്നു 2000-ൽ. ആ ഒരു സമയത്ത് ഇങ്ങനെ കണ്ട ട്രെയിനുകളിലൊക്കെ കയറി പോകുമ്പോൾ എത്തിപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ വളരെയധികം എൻ്റെ മനസ്സിനെ ആ ഒരു സ്ഥലം നന്നായിട്ട് ആകർഷിക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നുപോയതിനാൽ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ്. നർമ്മദാപുരം എന്നായി മാറ്റിയിരിക്കുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെ പ്രത്യക്ഷമായ ഇടപെടലുകളാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ. അപ്പോൾ ഈ രതിശില്പങ്ങളിൽ കാണുന്നതിനേക്കാളും പ്രശ്നം അതിലൊക്കെ തോന്നാറുണ്ട്. അജന്ത എല്ലോറയിലേക്ക് പോവാനായിട്ട് അലഹബാദാണ് അടുത്തുള്ള ഫ്ലൈറ്റ് ഇറങ്ങുന്ന എയർപോർട്ട്. അലഹബാദിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ടിക്കറ്റിൽ എഴുതി കണ്ടത് സംഭാജി നഗർ എന്നാണ്. നമ്മൾ ഈ ടിക്കറ്റ് എടുത്തു തന്ന ആളോട് വളരെ ബേജാറായിട്ട് ചോദിക്കുകയാണ്, ഇതേതാ സ്ഥലം എന്ന്. അപ്പോൾ അയാൾ പറയാണ്, ബേജാറാവണ്ട, ഇത് ഈ പറഞ്ഞ അലഹബാദ് തന്നെയാണെന്ന്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടായൊരു കൗതുകം, ജനങ്ങളാരും അത് ഉപയോഗിക്കുന്നില്ല. ചില സ്ഥലങ്ങളിലെല്ലാം ഈ അലഹബാദിൻ്റെ മേലെ പെയിൻ്റ് അടിച്ച് നർമ്മദാപുരം എന്ന് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ ഒരു വാചകമോ അവിടെ തദ്ദേശീയരായ ആളുകൾ ഉപയോഗിക്കുന്നില്ല. നേരെ മറിച്ചായിരുന്നു ഹോഷങ്കാബാദിൻ്റെ അവസ്ഥ. ഞാനൊരു ഡ്രൈവറോട് ഹോഷങ്കാബാദ് എന്ന് പറഞ്ഞപ്പോൾ വളരെ തീക്ഷണമായി അയാൾ എന്നോട് ഖ്യാ എന്ന് ചോദിക്കുകയാണ്. അതായത് ഞാൻ അപ്പോൾ ഓർത്തത് കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ പ്രശസ്തമായ ഖ്യാ എന്നുള്ള ആ ഒരു കവിതയുണ്ട്, അതാണ് ഓർത്തത്. ഖ്യാ ഹോഷങ്കാബാദ് ഹെ ഭായ് എന്ന് ചോദിച്ചു.
അതുവരെ വളരെ സാത്വികമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആ ഒരു പേര് കേട്ടപ്പോൾ പോലും പൊട്ടിത്തെറിച്ച് അതിപ്പോൾ നർമ്മദപുരമാണെന്ന് എനിക്ക് പറഞ്ഞു തരികയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു എഴുതുന്ന ആളെന്നുള്ള രീതിയിലും യാത്ര ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലും കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേസ്റ്റായി പോകും എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും എനിക്കുണ്ട്. മൾബറോ എന്ന് പറഞ്ഞ ഒരു അധ്യായം ഇതിലുണ്ട്. അതായത് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ, അതേസമയം ഒരു നിശബ്ദതയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിലരും ഉണ്ട്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ പറ്റി ഒന്ന് പറയാവോ? അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കുറിപ്പായിരുന്നു. പക്ഷെ അതൊരു കവിതയായിട്ട് അഞ്ജലി വായിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഒന്നുമില്ല, നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. എന്നോട് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും, നമ്മുടെ ഇത്രകാലം ഒപ്പം ജീവിച്ചിട്ടും ഇതാണ് എന്ന് അയാൾക്ക് മനസ്സിലായില്ലല്ലോ എന്നുള്ളത്. എനിക്ക് ഈ മസാല ദോശ ഒട്ടും ഇഷ്ടമില്ല, പക്ഷേ ആള് കയറിക്കഴിഞ്ഞാൽ ഉടനെ 2 മസാല ദോശ ഒന്ന് ഓർഡർ ചെയ്യും എന്നുള്ളത് ഉണ്ട്. അപ്പോൾ ഇത് പേഴ്സണൽ മാത്രമല്ല, എനിക്കും അത്തരം അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇപ്പം ഈ മൾബറോ എന്ന് പറഞ്ഞത് പനാജിയിലെ ഒരു ബാറാണ്. നമ്മൾ IFFIക്ക് പോയ ആളുകൾക്കൊക്കെ ഏറെക്കുറെ അറിയുന്നുണ്ടായിരിക്കും. അവിടെ ഒരു നാരായൺ ശർമ്മ എന്ന് പറഞ്ഞ ഒരു സപ്ലയർ ഉണ്ട്. പുള്ളിയെ മലയാളികൾ ചെന്ന് നാരായണേട്ട എന്ന് വിളിച്ച് ഇപ്പം അത് വിളിച്ചാലേ പുള്ളി വിളി കേൾക്കുകയുള്ളൂ. ആ ഒരു ഈ IFFI നടക്കുന്ന സമയത്ത് ആ പുള്ളി നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ചെന്നാലും നമ്മുടെ ബ്രാൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതും സോഡയുമായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ചില തട്ടുകടകളിൽ അങ്ങനെയുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അനുഭവമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലൊക്കെ കയറിയ സ്ഥലത്ത് രണ്ടാമത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം കയറി ഇറങ്ങുന്ന കടകളിൽ നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ ചെന്ന് നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കൗതുകം കാരണം അവരത് ഓർത്തു വെക്കുകയും 13 വർഷം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിൽ ഒരു തട്ടുകടയുടെ പുറത്തുകൂടെ ഞാൻ രാത്രി നടക്കുന്ന കണ്ട അടുത്ത തട്ടുകടക്കാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ബീഫ് ഫ്രൈ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഞാനത് ഭയങ്കര സന്തോഷമല്ലേ അത്തരം കാര്യങ്ങൾ. അതുപോലെ എറണാകുളത്ത് പുല്ലേപ്പടിയിൽ സെഹിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഹിയോൻ ഊട്ടുശാല എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ ചോദിക്കുകയാണ്, പിന്നെ ആ ചോറ് കഴിക്കൂലല്ലോ അല്ലേ, മീൻ മാത്രം മതിയല്ലോ അല്ലേ എന്ന്. കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു രീതി, ചോറ് ഉച്ചയ്ക്ക് കഴിക്കാതെ മീൻ മാത്രം എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും കാണുന്ന ആളുകൾക്ക് അത് ചെറിയ ഒരു ഭാഗം മാത്രം, ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആളുകളെക്കാളും നമ്മളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളത് ജീവിക്കാൻ തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്കൊക്കെ സാധാരണ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുഖം രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഒരു ആബ്സെൻറ്റ് മൈൻഡ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 13 വർഷം കഴിഞ്ഞിട്ട് അത് വല്ലാത്തൊരു അതിശയമായി പോകും. 13 വർഷത്തിൻ്റെ മുന്നേ ഒരുപാട് ഞാൻ അവിടെ താമസിക്കുകയും നിരന്തരം അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങളോളം അയാളുടെ അടുത്ത് പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. മറ്റേ എറണാകുളത്തെ ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെയില്ല, വല്ലപ്പോഴും മാത്രം 2-3 തവണ ചെന്നിട്ടുള്ള ഒരു കടയാണെന്നുള്ളതാണ്. നമ്മളിപ്പോ മൾബറോ എന്ന് പറഞ്ഞ, ഞാൻ ഈ മൾബറോ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഓ നല്ലൊരു കവിതയാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അത് കവിതയല്ല, അത് ഒരു കുറിപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ കവിത എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ കവിത ഇത് ഒന്ന് നമ്മുടെ കവി തന്നെ ഇതൊന്ന് അത് വെറുതെ സമയം വേസ്റ്റാക്കലാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം ചോദിക്കാന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞ സാധനം ഇത് കേൾക്കുമ്പോൾ അതൊരു മുഷ്ടിൽ തോന്നാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എന്താണ് ഇത്രയും ഡീറ്റെയിൽ ചെയ്യുമ്പോൾ എന്താണ് മൾബറോയിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്, പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് ആളുകൾക്കൊരു കൗതുകം തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ. ഇപ്പോൾ പ്രതാപൻ തായാട്ട് എന്ന് പറഞ്ഞ ആൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശൈലൻ, ചോദ്യമൊന്നുമില്ല. എനിക്ക് വേണ്ടത്, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ ഫിക്ഷനിൽ, അല്ലേ? പുനത്തിന് ശേഷം കവിതയിൽ മാത്രമായിട്ട് ഞാൻ ശൈലിനെ ഒതുക്കുന്നില്ല, എന്നാൽ പോലും ഒന്ന് ശൈലിനെയാണ് ഞാൻ കണ്ടത്. എങ്ങനെയാണ് അവനവനിൽ നിന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഒരാൾക്ക് കഴിയുന്നത്? അത് എന്നു മുതൽ കഴിഞ്ഞു? ആ ചോദ്യത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്ന് മുതൽ ശൈലനായി മാറി എന്നുകൂടിയുണ്ട് അതിനൊരർത്ഥം. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ശൈലൻ, അതിലൊരു സംശയവുമില്ല. അപ്പം എങ്ങനെയാണ് അത് കഴിഞ്ഞത്? അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലുപരിയായിട്ട് നമ്മൾ ലാസ്റ്റ് പ്രതാപേട്ടൻ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്.
നമ്മൾക്ക് നമ്മളാവാൻ കുറച്ചെങ്കിലും കഴിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് ലോകം വിലയിരുത്തുക എന്ന് തോന്നുന്നു. ഇപ്പോൾ എന്നോട് വേറിട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരിക്കലും എന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞത് ഒരു വേറിട്ടൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ജീവിക്കുന്നു, അതൊരു വേറിട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രതാപേട്ടൻ ചോദിച്ചത് എന്ന് മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഒരു ബ്രോയിലർ കോഴിയെ പോലെ കുട്ടിക്കാലം കഴിയേണ്ടി വന്നിരുന്ന ഒരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ. അച്ഛൻ പോലീസുകാരനായിരുന്നു. പക്ഷെ അച്ഛൻ പോലീസുകാരൻ്റെ യാതൊരു സ്വഭാവവും ഇല്ലാത്തൊരു പാവം മനുഷ്യനായിരുന്നു. പക്ഷെ അമ്മ ഏറെക്കുറെ പോലീസിൻ്റെ സ്വഭാവമുള്ള ഒരു അമ്മയായിരുന്നു. ഗേറ്റിന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കാതെ. 13ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇതായിട്ട് നിർവചനമായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പോവുകയും 1 വർഷത്തോളം ഇങ്ങനെ ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ, അച്ഛന് ജോലിയൊക്കെ ഉള്ളൊരു നാട്ടിൻപുറത്തെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ മെയ്യനങ്ങാതെ ജീവിച്ചു വന്ന 13 വയസ്സ് വരെ ജീവിച്ചു വരുന്ന എനിക്ക് ഈ പറഞ്ഞ ബാലവേലയുടെ നിർവചനത്തിൽപ്പെട്ട ഒന്നുമല്ല. അച്ഛനുണ്ടാക്കി വെച്ച കുറേ പൈസയൊക്കെ ബാഗിൽ വെച്ചിരുന്നു. അത് വേറെ ആരോ കൊണ്ടുപോയി. പിന്നെ എങ്ങനെയായി പൈസ ചിലവാക്കലെന്ന് അറിയാതെ വെച്ചതായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പൈസ നഷ്ടപ്പെട്ടു പോവുകയും പിന്നെ ഒരു ഹോട്ടലിൽ പോയി മേശ തുടയ്ക്കുകയും പ്ലേറ്റ് കഴുകുകയും അരി ആട്ടുകയും അവിടുത്തെ പല ജോലികൾ ചെയ്യുകയൊക്കെ ചെയ്ത് 1 വർഷം ജീവിച്ചു. അപ്പോൾ അന്ന് നമ്മൾ അനുഭവിക്കുന്ന വീട്ടിലെ സുഖങ്ങളൊക്കെ പോയാലും സ്വാതന്ത്ര്യമുണ്ടല്ലോ. പിന്നെ അത് സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു ലൈസൻസായി മാറുന്നുണ്ട്. ഒരു വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അത് അവനല്ലേ, അവൻ പണ്ട് മുതലേ അങ്ങനെയാണ്, അവൻ എന്തെങ്കിലും എഴുതിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് അവൻ്റെ നോർമലാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ഈ ഒരു കാലഘട്ടം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് 13 വയസ്സിൽ നാട് വിട്ടപ്പോൾ മുതൽ തന്നെ ഏറെക്കുറെ എനിക്ക് ഞാനായി ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതാപേട്ടനോട് എനിക്ക് പല രീതിയിൽ നന്ദിയും സ്നേഹവും ഉണ്ട്. കാരണം എൻ്റെ ഒരു പുസ്തകം പോലും ഇത്ര കാലമായിട്ട് പ്രതാപേട്ടൻ ഇറക്കിയിട്ടില്ല. എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ എന്നാൽ പോലും പ്രതാപേട്ടൻ 2 തവണ അദ്ദേഹത്തിൻ്റെ മതേതരം എന്നുള്ള പ്രസിദ്ധീകരണത്തിൻ്റെ വാർഷിക പതിപ്പിൽ 25ഉം 30ഉം ഒക്കെ പേജുകൾ എനിക്കായി നീക്കി വെച്ച് ഞാൻ എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എന്നോട് വളരെയധികം സ്നേഹവും അതല്ലെങ്കിൽ സ്നേഹത്തിനപ്പുറവും പ്രകടിപ്പിക്കുന്ന പ്രതാപേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. ഈ ഒരു പരിപാടിക്ക് ഇവിടെ വന്നതിലും ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. ശൈലനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യമുണ്ട്. ഞാനത് ആനന്ദം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഞാൻ വായിക്കാം. നാടൻ ആട്ടിറച്ചി വാങ്ങിച്ച് മസാലകളും അനുസാരികളുമെല്ലാം വിധിയാം വണ്ണം ചേർത്ത് പരിചരിച്ച് ധാരാളം സമയമെടുത്ത് വേവിച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കുരുമുളക് പൊടിയും ഒരു ശകലം കൂടുതൽ തൂവി ഇരുമ്പ് ചീനച്ചട്ടിയിൽ പതിയെ പതിയെ ചെറുതീയിൽ ഉണക്കി വരട്ടി കറുപ്പിച്ചെടുത്ത് മുകളിൽ ഇത്തിരി നെയ്യും ഇറ്റിച്ച് ഇത്തിരി നേരം മൂടിവെച്ച് ചെറു ചൂടോടെ മുന്നിൽ വെച്ച് തരാൻ ഒരാളുണ്ടാവുന്നത് എത്ര ആനന്ദകരമാണ്. ഞങ്ങളെ ഇങ്ങനെ കൊതിപ്പിക്കണോ? ഇതുപോലെ എത്ര FB പോസ്റ്റും എത്ര എഴുത്തും കണ്ടിട്ടാണ് ഇങ്ങനെ, അതായത് കഴിക്കാൻ തോന്നും, കൊതിപ്പിക്കുന്ന മാക്സിമം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അങ്ങ് കൊതിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള എഴുത്താണ് ശരിക്കും. ഇത് ചില എഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പം ഇത് ഒരുതരം വിശപ്പടക്കലല്ല, ഒരുതരം ആത്മീയാനുഭൂതിയാണ് എന്ന് വരെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സത്യമായിട്ടും അങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൽ വളരെയധികം ആനന്ദം കണ്ടെത്തുന്നു. അതൊരു പക്ഷേ ഒരു ആക്രാന്തം എന്നുള്ളൊരു നിർവചനമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന പോലെ റൊട്ടീനായിട്ട് ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കാണുമ്പോൾ അത് അതിൻ്റേതായ അതിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് കഴിക്കുന്ന ഒരാളാണ്. ഒരു കടയിൽ ചെന്നാൽ അത് എന്ന് പറയുന്നതിന് തരുമെന്ന് ചോദിച്ചു വാങ്ങിക്കുന്ന ഒരാളാണ്, പൈസ നമ്മൾ കൊടുക്കുകയാണെങ്കിലും. ഈ വായിച്ച ചാപ്റ്ററിനൊരു സെക്കൻഡ് പോർഷൻ കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ആനന്ദിക്കുന്ന ഒരാളാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വെച്ച് തരാൻ ഒരാളുണ്ടാവുന്ന പോലെ തന്നെ ആ വെക്കുന്ന ആളിന് ഇതുപോലെ വിളമ്പി കൊടുക്കാൻ ഒരു ശൈലൻ ജീവിതത്തിൽ ഉണ്ടാവുന്ന എത്ര ആനന്ദകരമാണെന്നുള്ളതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു ബീഫ് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ബീഫിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോത്തിൻ്റെ ഭാഗ്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അത് വിളമ്പിത്തരാൻ ഇടയായ ആളുടെ ഭാഗ്യം എന്ന് കൂടി ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് അഹങ്കാരമാർത്ഥത്തിൽ വളരെയധികം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൂടി എഴുതേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നതും ഒക്കെ. അങ്ങനെയുണ്ട്. ഏതൊരു നെൽമണിയിലും അത് കഴിക്കാൻ വിധിക്കപ്പെട്ടവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഖുറാനിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ സംഗതികളും നമ്മൾക്കായി സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനും ഒരു ആനന്ദം ഉണ്ടാവും എന്നൊക്കെ വളരെ ഉന്മാദപരമായിട്ട് ചിന്തിക്കാൻ കൂടി എനിക്ക് ഇഷ്ടമാണ്, ആനന്ദമാണ് എന്ന കാര്യത്തിൽ. അത് ഈ സന്ദീപ് പാപ്പാത്തി എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് ഇപ്പം വലിയൊരു
ഞാൻ തന്നെയാണ് അത് അത് തന്നെയാണ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ശൈലേട്ടൻ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ഏറ്റവും അധികം കൂടെ കൂട്ടുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചോദ്യമല്ല എങ്കിലും തോന്നിയൊരു സാധനം, ശിവനെ കാമിച്ചവളിൽ നിന്ന് ശിവനിലേക്ക് എത്ര സമയം എടുത്തു എന്നുള്ളതാണ്. ശിവകാമി എന്നായിരുന്നല്ലോ ആദ്യം എഴുതിയിരുന്നത്. ആ പുസ്തകം തൊട്ടാണെന്ന് തോന്നുന്നു ഞാൻ ശൈലേട്ടനെ അറിയുന്നതും വിളിച്ചു തുടങ്ങുന്നത്. എൻ്റെ ഒരു 18-19 വയസ്സിൽ ശൈലേട്ടനെ കാണാൻ വന്നതും ആ ടൈമിലാണ്. പ്രണയങ്ങൾ സംഭവിച്ചു പോകുന്നതാണോ അതോ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ ശൈലേട്ടൻ്റെ പ്രണയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, പ്രണയം ഉണ്ടാകാതെ ഒരു മനുഷ്യനില്ലല്ലോ. അപ്പം പ്രണയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഭക്ഷണം, ആ സ്നേഹം അമ്മയിൽ നിന്നാണോ കിട്ടുന്നത്? ഭക്ഷണത്തിനുള്ള ഒരു സ്നേഹം അമ്മയിൽ നിന്ന് കിട്ടിയതാണോ? എൻ്റെ ഇന്നത്തെ ഒരു സന്തോഷം ഇവിടെ ശരത്തും നേരത്തെ പറഞ്ഞ പോലെ പ്രതാപേട്ടനും സക്കീറും സാദിഖും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള, കൃഷ്ണയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ചിലരൊക്കെ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ചില ചാപ്റ്ററുകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പം കണ്ടപ്പോൾ സാദിഖിനോട് പറഞ്ഞു, എടാ നീ ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം വെച്ചാൽ ഞാൻ എൻ്റെ എഴുതുന്ന ആ ഒരു ആദ്യം എഴുതിയ ഒരു ആർട്ട് ഓഫ് ലവിങ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം, വലിയ 500 പേജുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ പല എൻ്റെ സുഹൃത്തുക്കളുടെയും പറ്റിയും പരാമർശിക്കുക അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററുകളായിട്ടും അവരുണ്ട്. അതുപോലെ ഇതിലിപ്പോൾ സാദിഖുണ്ട്, സന്ദീപ് ഉണ്ട്. അപ്പം അതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതായിട്ട് അവരെയൊന്നും അറിയിക്കാറില്ല എന്നുള്ളതാണ്. സന്ദീപ് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സന്ദീപ് ഡിഗ്രിക്ക് പഠിക്കുന്ന 18-19 വയസ്സുകാലത്ത് എൻ്റെ ആദ്യത്തെ പുസ്തകം വായിച്ച് എന്നെ വിളിക്കുകയും എൻ്റെ വീട്ടിൽ തിരഞ്ഞു വരികയും, വീട്ടിൽ തിരഞ്ഞു വന്നപ്പോൾ അഞ്ജലി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പോലെ രാവിലെ എണീറ്റ് പുറകുവശത്ത് ഇറങ്ങി നേരെ ഉള്ളിലേക്ക് കയറി വന്ന്, ചേട്ടാ വനമാണോ പിറകിലെന്ന് ചോദിക്കുകയാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ കാടൊന്നും വെട്ടാതെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അവൻ അത് വനമാണെന്ന് കരുതി ഓടി വന്ന് എന്നോട്, ഞാനപ്പോൾ എണീറ്റിട്ടില്ല, ചേട്ടാ വനമാണോ പുറകിലെന്ന് ചോദിക്കുക. വനമല്ലടാ, അത് നമ്മുടെ തൊടിയാണ്, ഞങ്ങളുടെ നാട്ടിൽ തൊടിയെന്ന് പറയാം, പറമ്പാട് എന്ന് പറയുകയാണ്. അപ്പോൾ സന്ദീപിന് അറിയാവുന്ന കാര്യം തന്നെയാണ് സന്ദീപ് ചോദിച്ചത്, ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതാവും. പ്രണയങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രണയം ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മൊത്തം ഒരു പ്രണയമാണ്, അല്ലെങ്കിൽ വിനായകൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് പ്രണയൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് കേട്ടതിൽ വെച്ച് വളരെയധികം സന്തോഷമുള്ളൊരു വാക്കാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രണയമായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. മറ്റുള്ളവരിൽ നിന്ന് പ്രണയം തേടുന്നതിന് പകരം മറ്റുള്ളവർക്ക് പ്രണയമോ സ്നേഹമോ ഒക്കെ കൊടുക്കാനാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ലോകത്തിൽ നിന്ന് ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നും ട്രാൻസ്പേഴ്സൺസിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നെല്ലാം പ്രണയം നമ്മൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ്. ഒരാളോടും പ്രണയം അങ്ങോട്ട് പറയാറൊന്നുമില്ല, അത് അനുഭവിക്കാനുള്ളത് ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സാദിഖ് കാവിലല്ല, സാദിഖ് പി ടി മുഹമ്മദ് സാദിഖാണ്. ആണോ? സാദിഖ് നിർത്തിക്കോ. ഹലോ, ശൈലൻ്റെ പല വിശേഷണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ കവിയാണ്, സിനിമാ നിരൂപകനാണ്, ഭക്ഷണപ്രിയനാണ്, ഗദ്യം എഴുതുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ശൈലനിൽ കാണുന്നൊരു സംഭവം, ശൈലൻ നല്ലൊരു സുഹൃത്താണ്. ശൈലനില്ലാത്ത സുഹൃത്തുക്കളില്ല. സിനിമാ മേഖലകളിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, പ്രസാധകരുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 2-3 പ്രസാധകർ ശൈലൻ്റെ സുഹൃത്തുക്കളായി വന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാനും തന്നെ ഈ ആദ്യ കാഴ്ചയിൽ തന്നെ ശൈലനുമായിട്ട് സൗഹൃദപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് ആ സൗഹൃദം ഒരിക്കലും ഇല്ലാതായിട്ടില്ല. ഞങ്ങൾ ചിലപ്പം മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളം കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലെ കണ്ട പോലെ ഇന്നും സംസാരം തുടരാൻ പറ്റും. ഈ ഒരു ബന്ധം ശൈലൻ എല്ലാവരുമായിട്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഈ കാലത്ത് എങ്ങനെയാണത് പറ്റുന്നത്? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും ബന്ധത്തിൽ നിരാശയ്ക്ക് സ്ഥാനമുള്ളൂ. അപ്പം നമ്മൾ ആരിൽ നിന്നും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും ജീവിതകാലം മുഴുവൻ വളരെ ഊഷ്മളമായിട്ടോ, എങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാമെന്ന് അറിയില്ല, ഊഷ്മളം എന്ന് പറഞ്ഞാൽ ചൂടുള്ളതാണ് തോന്നുന്നത്, ഏത് രീതിയിലും അത് മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ബന്ധങ്ങളിൽ കുട്ടിക്കാലം മുതലേ ഉള്ളതിൽ കൊഴിഞ്ഞു പോയവർ വളരെ വിരളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊഴിഞ്ഞു പോയവർ പോലും പിന്നെ വരാറുണ്ട്.
അതൊരു വലിയ ഭാഗ്യമായിട്ട്, എൻ്റെ ഈ ഒരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയധികം സൗഹൃദങ്ങളുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു, ആനന്ദിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. സാധിക്കും ഞാനും കൂടെ ഒരിക്കലൊരു കോഴിക്കോട് അളകപുരിയിൽ നിന്ന് വളരെ യാദൃശ്യമായി ഞങ്ങളൊരു 4-5 പേരൊരു യാത്ര പോയി. ഒരു ദിവസം തമിഴ്നാട്ടിലൊരു തെങ്ങിൻ തോട്ടത്തിൽ താമസിച്ച് പൊള്ളാച്ചിയിൽ എവിടെയോ താമസിക്കുമ്പോൾ രാവിലെ എണീറ്റ് ഞാൻ സാദിഖിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ നമ്മൾ ഒക്കെ ചത്തുപോയാൽ പിന്നെ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അത് ഈ നേരത്തെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മളില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് നടന്നാലും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ബേസിക്കലി നമ്മളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഈ ലോകം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ സാദിഖിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, ചേട്ടാ നമ്മളൊന്നും ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഒന്നും സൗഹൃദമില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എപ്പോഴും എനിക്കൊരു ആശങ്കയുണ്ട്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ. സക്കീർ ഹുസൈൻ. എനിക്ക് ചോദ്യമായിട്ടൊന്നും ചോദിക്കാനില്ല. ശൈലനെ ഞാൻ ആദ്യം അങ്ങനെ ശൈലനെ കുറിച്ച് അറിയുന്നത് വേറിട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് കൈരളി TV-യിൽ വന്ന അതിലൂടെയാണ്. അതിൻ്റെ മുമ്പ് അദ്ദേഹത്തെ പിന്നെ ശൈലനെ കുറിച്ച് വളരെ ഒരു ഉദാഹരണം ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശൈലനെ അദ്ദേഹത്തിൻ്റെ അന്ന് എനിക്ക് തോന്നുന്നത് ശ്രീരാമേട്ടൻ ചിത്രം വരച്ചിട്ട് അല്ലേ ആദ്യ സമാഹാരത്തിന്, യെസ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ശൈലനെ. അപ്പോൾ ആ സമയത്ത് ഞാനന്ന് ഒരു പത്രത്തിൽ ജോലി ചെയ്യാണ്, വീക്കെൻഡിൻ്റെ ചാർജ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ശൈലൻ്റെ ഒരു എന്താ പറയുക ഒരു സ്റ്റൈലാണ്. നമ്മൾ ആ സമയത്ത് ഒരു ന്യൂസ് എന്നുള്ള നിലക്ക്, കാരണം നമ്മൾ അന്ന് പൊതുവേ കണ്ട് ശീലിച്ച കവികളുടെ, ഇപ്പോൾ പിന്നെ പല കവികളും പല രീതിയിലുണ്ട്, പക്ഷെ അന്ന് കവികളുടെ ഒരു ജീവിത ശൈലി, അവരുടെ ഒരു അപ്പിയറൻസൊക്കെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിരുന്നു ശൈലൻ. അതുപോലെ തന്നെ ശൈലൻ്റെ എഴുത്തിലും അങ്ങനെ ഒരു വ്യത്യസ്തത, അതിൽ ഉപയോഗിക്കുന്ന ബിംബങ്ങളും അതിൻ്റെ ഘടനകളും അങ്ങനെയൊക്കെ രണ്ട് തരത്തിലും വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എങ്ങനെ ഇങ്ങനെ വ്യത്യസ്തനാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഈ സക്കീറിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും എനിക്ക് നിരുപാധികം സ്നേഹം, അങ്ങോട്ട് ഒന്നും അറിയ പോലും ചെയ്യുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഈ സാദിഖിനെ ഞാൻ നേരിട്ട് കാണുന്നതിന് മുമ്പ് സാദിഖ് പച്ചക്കുതിരയിൽ സിത്താരയുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തതിൽ സിത്താര എന്നെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിലെ വരികൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഞാൻ സാദിഖിനെ കാണുന്നത്, നേരിട്ട് കാണുന്നത്. അപ്പോൾ അത് സാദിഖ് എഴുതി കൊടുത്തത് അവിടെ ഇരിക്കുന്ന ആരോ എഡിറ്റ് ചെയ്ത് എൻ്റെ പേരൊക്കെ അതിൽ നിന്ന് കളയുക പോലും ചെയ്തു. അപ്പോൾ അത് ചെറിയൊരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണ്. പക്ഷേ സാദിഖിന് അങ്ങനെ ഒന്നുമില്ല. നിരുപാധികമായിട്ട് സിതാര എന്നെ കുറിച്ച് ഉദാരമായിട്ട് എഴുതിയ വരികൾ അതേപോലെ പച്ചക്കുതിരയിൽ എടുത്തു കൊടുക്കുകയുണ്ടായി. അതുപോലെ ഈ ഇപ്പം പ്രതാപേട്ടൻ്റെ കാര്യത്തിലും ഈ ഒലിവിലെ സന്ദീപിൻ്റെ കാര്യത്തിലും ഒക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഗതികൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന ആളുകളാണ്. സക്കീറും അതേപോലുള്ളൊരു മനുഷ്യനാണ്. സക്കീറിനെ ഞാൻ ഒരുപാട് പരിചയമൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പോലും അറിയാതെ എന്നെക്കുറിച്ച് വർത്തമാനത്തിലാണ് സക്കീർ വർക്ക് ചെയ്യുന്നത്. വർത്തമാനം ദിനപത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻ്റിൻ്റെ ഫ്രണ്ട് പേജിൽ എൻ്റെ 4-5 ഫുൾ സൈസ് ഫോട്ടോയും എന്നെക്കുറിച്ചൊരു മാറ്ററും ഒരു ഫുൾ പേജ് മാറ്ററും വരുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ സക്കീർ അല്ലാതെ എഴുതിയത് ഒരു ദിവസം പ്രതീക്ഷ MP പ്രതീക്ഷ എന്ന് പറഞ്ഞ കവി എൻ്റെ വീട്ടിൽ വരികയും ഒരു ദിവസം അവിടെ എൻ്റെ കൂടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രതീക്ഷ എന്നോട് പറഞ്ഞിട്ടില്ല, സക്കീർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്നോ അത് ഒരു വീക്കെൻഡിൽ ഫീച്ചറാക്കാൻ വേണ്ടി നിന്നെ ഉദ്ദേശിച്ചാണ് വരുന്നതെന്നൊന്നും പറയുന്നില്ല. സക്കീറും എന്നോട് പറഞ്ഞിട്ടില്ല. സക്കീറിനെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ എവിടെന്നെങ്കിലൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു സൗഹൃദം മാത്രം, അല്ലെങ്കിൽ സൗഹൃദം പോലും വളർന്നു വരുന്നതിന് മുമ്പ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് ആ ഒരു പത്രത്തിൻ്റെ വീക്കെൻഡിൽ ഈ ഒരു സംഗതി കാണുകയാണ്. അപ്പോൾ അത് ഒക്കെ എന്ന് പറഞ്ഞില്ലേ, ആളുകൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ജീവിതത്തിൽ എപ്പോഴും തിരിച്ചു കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതും സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമാവണം എന്ന് കരുതി ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പരിഹാസ്യനായി പോവും. നമ്മളല്ലാത്തത് എന്തോ ആവാൻ ശ്രമിക്കുമ്പോൾ ഞാനായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നു. അത് വ്യത്യസ്തതയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചയുടെ ആംഗിളിൻ്റെ ഒരു കൗതുകം കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായി. ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. എനിക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ എങ്കിലും ഇതിനൊരു പൂർണ്ണത കൈവരണമെങ്കിൽ എനിക്ക്
ഇതിലെ മനുഷ്യർ എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയണം. അതിൻ്റെ ഒരു ചിത്രമായിട്ട് വെച്ചിരിക്കുന്ന പിയാത്ത എന്ന് പറഞ്ഞ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൽ 2 തരം മനുഷ്യരേ ഉള്ളൂ, അമ്മയുള്ളവരും അമ്മയെ നഷ്ടപ്പെട്ടവരും. ആദ്യത്തെ വിഭാഗത്തിന് തീർച്ചയായും അഹങ്കരിക്കാം. നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായില്ലെങ്കിലും. നമ്മളിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണം എഴുതുന്ന, അല്ലെങ്കിൽ സിനിമ റിവ്യൂ എഴുതുന്ന, കവിത എഴുതുന്ന, അങ്ങനെ പല മേഖലകളിൽ നിൽക്കുന്ന ശൈലനെ കണ്ടു. പക്ഷേ ഇതിൽ എനിക്കൊരു കുട്ടിയെയാണ് കാണാനായിട്ട് സാധിച്ചത്. ഒരു കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്ന ഒരു കുഞ്ഞ്. എന്താണ് അമ്മയെ പറ്റിയുള്ള ഓർമ്മ കൂടെ പങ്കുവെക്കാമോ? അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുട്ടിയേക്കാളും ചെറുതായി ഒരുപക്ഷെ കരയാനൊക്കെ തുടങ്ങുമെന്നുള്ളതാണ് സത്യം. ഞാൻ ഒരു അമ്മയുടെ ചെറിയ മകനായിട്ട് ജനിച്ച ഒരാളാണ്. 4ാമത്തെ കുട്ടിയായിട്ട് വീട്ടിൽ ജനിക്കുകയും അമ്മയുടെ ഒരു 35-40 വയസ്സൊക്കെ ആയതിനു ശേഷമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അത് പഠിക്കാനുള്ള ബുദ്ധി കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ സാഹചര്യം കുറവ് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല എന്ന് പിൻകാലത്ത് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അന്ന് 12-13 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ, അന്ന് 5ാം ക്ലാസ് വരെയാണ് സ്കൂൾ, 5ാം ക്ലാസ് കഴിഞ്ഞുള്ള ക്ലാസ്സിലേക്ക് അത്രയും ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ അമ്മയുടെ ചേട്ടൻ നിഷ്കരുണം പ്രഖ്യാപിച്ചു, ഇവളൊന്നും അവിടെ വരെ നടന്ന് എത്തില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ ചേർക്കാൻ സമ്മതിക്കാതിരിക്കുകയായിരുന്നു എന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ സംസാരിക്കും. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വില മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുക. അതും 2 പേർ മാത്രമായി ഒരുപാട് കാലം ഒന്നിച്ചൊരു വീട്ടിൽ ജീവിക്കുകയും ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ, ആ ഒരു തുടക്കകാലങ്ങളിലൊക്കെ നമ്മൾ വളരെ തിയററ്റിക്കലായിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരും മരിച്ചു പോകേണ്ടതാണ്, എല്ലാവരുടെ അമ്മയും മരിച്ചു പോകേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു പ്രാക്ടിക്കൽ സെൻസ് വെച്ച് നമ്മളത് വളരെ സ്വാഭാവികമായിട്ട് കാണുകയും വർഷങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു വിയോഗം അല്ലെങ്കിൽ ഒരു നഷ്ടം, ശൂന്യത ഒക്കെ അനുഭവപ്പെടും. ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഈ വാതിൽ തുറന്ന് കയറുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി കടന്നു പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ അമ്മ മരിച്ചപ്പോൾ എൻ്റെ ശ്രീത്ത് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു, എടാ ഒരു ഭാഗം ആണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന ഭാഗമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ പോലും എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മ ജീവിച്ചിരിക്കുന്ന പലർക്കും അത് അറിയുന്നുണ്ടായിരിക്കില്ല. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ അങ്ങനെ വളരെ കവിയൂർപ്പന്നമ്മയും മോഹൻലാലും തമ്മിലുള്ളൊരു ബന്ധമൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞാനും ഇങ്ങനെയുള്ള ഒരു വളരെ കുരുത്തം കെട്ട ഒരു 4ാമത്തെ മകനായിരുന്നത് കൊണ്ടും അതിൻ്റേതായ എല്ലാവിധ അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ എല്ലാ അരാജകത്വവും വളരെ സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടിയും ആസ്വദിക്കുക കൂടി ചെയ്തിരുന്ന ഒരു മറ്റൊരു വ്യക്തിയോ സുഹൃത്തോ ഒക്കെ കൂടിയായിരുന്നു അമ്മ എന്നുള്ളത് കൊണ്ട് എനിക്ക് മോശം പറയാനോ അല്ലെങ്കിൽ മോശം അനുഭവങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടുകൂടിയാവാം ആ ഒരു നഷ്ടത്തിന് പകരം വെക്കാൻ മറ്റൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ മരിക്കുന്നവരേക്കും വിശ്വസിക്കുന്നു. അമ്മയെ പറ്റി പറഞ്ഞ് നമ്മൾ ഇമോഷക്കാരെ, അമ്മ എന്ന് പറയുന്നത് അതൊരു വികാരമാണല്ലോ നമ്മുടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒലിവ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഞാനും മറ്റും എന്ന ഈ പുസ്തകത്തിലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമുക്കൊരു പുസ്തക ചർച്ച എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയത് മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കുക, വായിക്കുക. എല്ലാവരോടും സ്നേഹം, സന്തോഷം. താങ്ക് യു. ഞാനിവിടെ ഈ 6ാമത്തെ സ്റ്റേജിൽ ആദ്യം വന്ന് കണ്ടപ്പോൾ ആരുമില്ലാതെ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യുന്നൊരവസരം കൂടി ഉണ്ടാവുന്നത് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ആരും ഉണ്ടാവില്ല, എന്നാലും അഞ്ജലി നമുക്ക് സംസാരിക്കാം, ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അർമാദിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ഗുണമുണ്ടായി. ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി പേര് ഇവിടെ വരിക എന്നുള്ളതിലുപരിയായിട്ട് ഈ അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് സംസാരിക്കാനും ഇവിടെ എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് ഈ ഒരു 6ാമത്തെ സ്റ്റേജ് ആയതുകൊണ്ടുള്ള ഒരു ഗുണമായിട്ട് കൂടി ഞാൻ കാണുന്നു. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് കൂടി. അങ്ങനെ നെഗറ്റീവാണെന്ന് ആദ്യം തോന്നുന്ന കാര്യങ്ങൾ പിന്നെ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ അത് നമ്മളത് പോസിറ്റീവായി മാറ്റാറുണ്ട് എന്നുള്ളതാണ്. പങ്കെടുത്ത എല്ലാവരോടും വളരെയധികം സ്നേഹം അറിയിക്കുന്നു. പുസ്തകം വാങ്ങലൊക്കെ 2ാമത്തെ ഘടകമാണ്. എപ്പോഴും ഒപ്പം ചേർന്ന് നിൽക്കുക, പരസ്പരം സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹിക്കുക, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം വെറുക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരോടും സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി.